ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് നല്ല ഉപദേശം കൊടുക്കുക. അല്ലേ? ആരെങ്കിലും നമ്മോട് ചോദിച്ചാ അവർക്ക് നല്ല ഉപദേശം കൊടുക്കണമെന്നാണ്. അല്ലേ? അദ്ദീനു അന്നസിഹ, നല്ല ഉപദേശം കൊടുക്കുക. എങ്ങനെയാ നല്ല ഉപദേശം കൊടുക്കല്? നമ്മൾ പറയും, ഇപ്പൊ 2 തട്ടല്ല വേണ്ടപ്പാ, കഷ്ടം, ബദല കെട്ടിയെങ്കിൽ വേണ്ട, കടാവൂ, എന്തിന്? ഞമ്മക്ക് ബേജാറ്, ഇപ്പൊ ആകെയുള്ളത് ഞമ്മളുടെ ഉള്ള 2 തട്ടിന്, അപ്പൊ ഓനും കെട്ടിയെങ്കിൽ ഇതിന്റെ വാല്യൂ പോയി. അങ്ങനെയല്ല. അല്ലേ? പൊരുത്തം പറയുന്നത് പൊര കെട്ടട്ടാന്ന്. പൊരയാ യാറബ്ബെ, മധുവെ മാടിനോടും മണ കട്ടിനോടും വിഷയത്തിനേ പോണ്ടാന്ന്. ഇല്ല, സപ്പോർട്ടില്ല. ഇന്നലെ 27 വയസ്സായ ഒരുത്തനോട് ചോദിച്ചു, നീ എന്താ മംഗലം കഴിക്കുന്നില്ലേ? ഓൻ പറഞ്ഞു, ഉസ്താദ് പൊരക്കാർ ബിസിയത്തിലേ ഇല്ല. ഏത്? ഞാൻ പറഞ്ഞു, ഉസ്താദ് കേട്ട് നിന്ന് ചെല്ല് പരല് പോയിട്ട്. വേറെ എന്താക്കല്? അല്ലേ? ഒരാൾക്ക് അങ്ങനെ ഉണ്ട്. ആണുപിള്ളേർക്ക് മംഗലം കഴിക്കുന്നേ ഇല്ല, പെണ്ണുപിള്ളേർക്ക് മാത്രം മംഗലവും മൈസറവും മൊയിലാഞ്ചിയും അത് ഇതല്ല. ആണുപിള്ളേർ 32 ഉപ്പ ചെന്ന ഇല്ല, ഇനി ബേസായിട്ടില്ല. അത് ബേസാകുമ്പോ കബറിലുണ്ട് ഇരു വെക്കുന്നതിന്, ബേസാകുമ്പതിന്റെ മംഗലം കഴിക്കുന്നത്. അല്ലേ? ബാലക്കാർക്കെല്ലാം ബേ മംഗലം കഴിച്ചു കൊടുത്തെങ്കിൽ പിന്നെ ടൗണിലാടെ തിരിയുന്നതെല്ലാം കുറച്ച് കുറയും. കുറച്ചെങ്കിലും പുരക്ക് കുറച്ച് 11 മണിയാകുമ്പോഴെങ്കിലും പുരക്കെത്തണ്ടേ? അതുകൊണ്ട് എന്താക്ക, ആണുമക്കും മംഗലം കഴിച്ചു കൊടുക്കുക. എപ്പോഴും പെണ്ണുകിടാക്കളെ വിഷയം തന്നെ പറയുന്നല്ല. ആണുമക്കും എന്താക്ക, കുറച്ച് പേല മംഗലെല്ലാം കഴിച്ചു കൊടുക്കുക. ഏതുവാകട്ടെ, നല്ല നസീഹത്ത് ചോദിച്ചോർക്കെല്ലാം നല്ല നസീഹത്ത് പറഞ്ഞു കൊടുക്കണം. നല്ലതിലെ ഗൾഫുകാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആരും ഒരു വിസ ഉണ്ടാ? വിസയാ ഞങ്ങനെ പിന്നെ നാളെ മതിയാക്കിയിട്ട് വരാൻ കഴിഞ്ഞോളൂ. വിസ ഇല്ല, വിസന്റെ അഡ്രസ്സേ ഇല്ല. ഓൻ 40 കൊല്ലം കഴിഞ്ഞു ഇങ്ങനെ ചേർന്ന് ആരെ കൊണ്ടൊന്നുമില്ല, ആരെ വിളിക്കുന്നില്ല. ആടാവൽ ഉസ്താദ് ഞങ്ങായിട്ട് നിൽക്കുന്നല്ലാതെ. റിക്ഷക്കാരനോട് വെക്കില്ല, റിക്ഷ എടുക്കട്ടെ, റിക്ഷ പാടികൊണ്ട ബണ്ണ പാൻറ്റുള്ള പോലെ പാൻറ്റാണ് ഒത്തേക്ക് വരുന്നത്, തപ്പിട്ട് എടുത്തിട്ടുണ്ടാന്ന്. ഓനോട് കേട്ടപ്പോ നീ റിക്ഷ വിൽക്കുന്ന? ഇല്ലമ്മ, എന്റെ മൈശത്ത് ഇന്നലെ 1800 ഞാൻ 3200. അപ്പൊ പിന്നെ നഷ്ടം എപ്പോ? നഷ്ടമില്ല. ഓമ്നി എടുക്കട്ടെ, ഓമ്നിയാ എടുത്തിട്ടുണ്ടാ? ഏത് കേട്ട കാറ് എടുത്തിട്ടുണ്ടാ? റീവാല്യൂ ഇല്ല. റീവാല്യൂ പോകുമ്പോ വിൽക്കാൻ എടുക്കുന്ന, ഉപയോഗിക്കാൻ എടുക്കുന്നത്. ഇങ്ങനെ ആര് ചോദിച്ചാലും മുടക്കം പറയുന്ന ആളുകൾ. അല്ലേ? പൊതുവെ എങ്ങനെ മൊട്ടത്തിറക്കത്താ വേണ? നിങ്ങക്ക് വേറെ അവിടെ ഇല്ലേ? ആര് കേൾക്കുന്നാരി? മൊട്ടത്തിറക്കത്തുള്ളവരെ കേൾക്കുന്നു. പുറത്തുള്ളവർ കേട്ടെങ്കിൽ ബേജാറില്ല. എങ്ങനെ ഇവിടുന്ന് വേണ? ഇവിടുത്തെ പരിസ്ഥിതി ഒന്നും ചെല്ലിയിട്ട് ഗുണമില്ല. അപ്പൊ ഈ ചെന്നോന്റെ മക്കളെ വായിക്കണ്ടേ? അല്ലേ? ആണുങ്ങളാട്ടിയാറ് പൊതു മുടക്കുന്ന പെണ്ണുങ്ങ ഇവിടെ എങ്ങനെയാന്നറിയല. അല്ലേ? പെണ്ണുങ്ങ എന്തില്ല ഇത്ര കേട്ടിട്ട് ഇളക്കുന്ന മുണ്ടിട്ട് ആയിനെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെന്നില്ല. പെണ്ണു പിള്ളേരെ വിഷയത്തിൽ എന്ത് ചെല്ലാൻ ആപല്ല, ഞമ്മക്കുണ്ടല്ലേ പെണ്ണുമക്ക ആയിട്ടില്ല. നിങ്ങൾ വേറെ നോക്കുന്നങ്ങ് നോക്കി. ഞാൻ പിന്നെ എന്റെ വിഷയമൊന്നും വേണ്ട, എനിക്ക് വിളിച്ചിരുന്ന് ചെല്ലിരുന്ന മാത്രം. ഞാനൊരു എൻഗേജ്മെന്റ് ആയിട്ട് പൊട്ടിനെ എന്റെ പൊട്ടീനെന്ന് കേട്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഓളൊരു ഇടയിൽ പോയിട്ടുണ്ടായി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗോവാന്ന് വന്നിന്. അങ്ങനെ എന്തോ ചെല്ലിട്ട് പൊട്ടിനെ കളവ നേരാന്നൊന്നും അറിയില്ല. ഞമ്മ ഇപ്പൊ അറിയാത്തത് ചെല്ലാൻ ആപല്ല. ഞമ്മ ചെല്ലിട്ട് പെണ്ണ് കിടാക്കളെ വിഷയത്തിൽ ഞമ്മ അങ്ങനെ മുടക്കാനല്ല ആപ. സ്വാലിയത്തായ കള്ളത്തികൾ എന്നല്ലേ അങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ മുടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മന്നാ ഉൽ ഖൈർ നമ്മളാവാൻ പാടില്ല. ആളുകൾ ചോദിച്ചാ ഉള്ള നന്മ. അല്ലേ? ചത്തുകിടക്കുന്ന ജീവിയെ കണ്ടിട്ട് പറഞ്ഞില്ലേ, എന്തൊരു ശവമാണ്, എന്തൊരു സ്മെല്ലാണ്, എന്തൊരു മാറ്റമാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ആ നായിയുടെ പല്ലി എന്തോ ഒരു നല്ല സൗന്ദര്യമാണ്. ചത്തുകിടക്കുന്ന നായ, ആളുകളെല്ലാം നായിനെ കുറ്റം പറഞ്ഞില്ലേ? ഹബീബ് തങ്ങളല്ലേ പറഞ്ഞത്, ആ നായിയുടെ പല്ല് എന്തോ ഒരു സൗന്ദര്യമാണ്. ഹബീബ് തങ്ങൾ ആ സൗന്ദര്യം മാത്രമല്ലേ നോക്കിയത്? ഹബീബ് തങ്ങൾ അതിനെയല്ലേ എടുത്തു പറഞ്ഞത്. ആളുകളുടെ നന്മ മാത്രം പറയുന്നവരാകണേ, ആളുകളെ തിന്മ തേടുന്നവരാകരുത്. അല്ലേ? ചില ആളിങ്ങനെ കാത്തു കുത്തിരിക്കുന്ന എന്ത് കിട്ടുന്നു? അല്ലേ? കമ്മിറ്റിക്കാരെ പൊളിക്കാൻ എന്ത് കിട്ടുന്നുണ്ട്? ഉസ്താദിനെ വായിക്കാൻ എന്ത് കിട്ടുന്നുണ്ട്? അല്ലെ? ഇങ്ങനെ കച്ചവടം തകർക്കാൻ എന്ത് കിട്ടുന്നുണ്ട്? അല്ലേ? പണ്ടൊരു നാട്ടിൽ ഉസ്താദ് 40 കൊല്ലായാലേ ഇപ്പൊ നിൽക്കുന്നില്ലമ്മ. ഇപ്പൊ നിന്നിട്ട് അല്ലേ, ഇപ്പൊ സ്വന്തം കെട്ടിയ ഓളെന്നെ പിടിഞ്ഞിട്ട് വേറെ ആളെ എടുത്തോണ്ട് പോന്നു. പിന്നല്ലേ പള്ളിന്റെ കത്തീബിനെ കണ്ടിട്ട് ഇട്ടൂണ് ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, എന്തെങ്കിലും കുറവ് പിടിച്ചിട്ട്
എന്താക്കിറങ്ങല്ല ഉസ്താദന്മാർക്ക് ഫാമിലി പോരാ ചങ്ങായി ഇതൊന്നുമില്ല. ഉസ്കുതം. ഞാനൊരു ജാഗയിൽ പള്ളിയിൽ നിന്നപ്പോൾ എന്നോട് ഒരാൾ ചൊല്ലി, ഉസ്താദ് ഇവിടെ എല്ലാം ബിസിയല്ലോ അത്തീബ് ഉസ്താദ് ഇവിടുത്തെ അത്തീബ് രംഗം ആരെ മുണ്ടോ തീര ആരെല്ലാം മുണ്ടങ്ങായല മുണ്ടുന്നില്ല. അത് നിന്നവിടെ നിന്നിട്ട് 6 മാസം ആകുമ്പോൾ മീറ്റിംഗ്. ഉസ്താദ് ആവല മുണ്ടില്ല, ആരട്ട മുണ്ടില്ല, ഓരോ ചെല്ല മുണ്ടങ്ങാല അല്ല മുണ്ടാതിരുന്ന 6 മാസം. അപ്പൊ മുന്നത്തെ ഉസ്താദിനെ അവിടെ നടക്കിയത് യാറ മുണ്ടുന്നു, ദാദാടും അമ്മായോടും കാക്കാടും എല്ലാവരോടും മുണ്ടുന്ന ഉസ്താദ്, പിരിസത്തിന്റെ ഉസ്താദ്. ജമീല ഞാൻ വിളിച്ചിട്ട് മുണ്ടിക്കൊണ്ട് പോകുന്ന ഉസ്താദ് അപ്പുറത്തില്ല പോകുമ്പോ. അങ്ങനത്തെ ചില ഉസ്താദന്മാരുണ്ടാകുന്നു. അയാളെ വിട്ട എല്ലാവരിലും മുണ്ടുന്നു. എന്നോട് ചെല്ലു ഉസ്താദ് നിങ്ങൾ മുണ്ടുന്നില്ല, അങ്ങോട്ട് പോകണം, മുണ്ടുന്നു അങ്ങോട്ട് നിൽക്കുന്നു. ഞാൻ കേട്ട നിങ്ങളെ ചെല്ലു വാർ നിങ്ങൾ മുണ്ടാൻ തീരാൻ. അല്ല അങ്ങനല്ല, കുറച്ച് മുണ്ടണോ. അപ്പൊ കുറച്ചോ അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഏത് ഏറിയെങ്കിൽ ഇങ്ങനെ ചില ആള്. പണ്ടൊരു ഉസ്താദ് 40 കൊല്ലം നിന്നാലേ പള്ളിയിൽ ആർക്കും അയാൾ അളക്കാനാന്നില്ല, എന്താക്കിയെങ്കിലും അയാൾ പോകുന്നുമില്ല. ചില ആൾ അങ്ങനെ ഉണ്ടല്ലേ, പായിച്ചങ്ങ് പോകാത്തല്ലേ. ഞാനോട് കേരളത്തിൻ്റെ ഒരു മുക്രിക്കുണ്ടായി, ഓറ് ഇയാൾ എന്തായാലും പോകുന്നില്ല. ലാസ്റ്റ് ഓറിനെ പോയിട്ട് ഗോണിയെല്ലാം കൊടുത്തിട്ട് ഡ്രസ്സെല്ലാം കയറ്റിയിട്ട് എല്ലാം പള്ളിൻ്റെ പുറത്ത് നിപ്പിച്ചിട്ട് ഒരു ബാധനോട് നിപ്പിച്ച് ഇയാൾ കൊടുത്തു. പോയി ഉസ്താദെ പോയി ഉള്ളുന്നു അയാളെ പുറത്തേക്ക് വായിച്ചു. ഇപ്പുറത്തല പോയിട്ട് അപ്പുറത്തല വന്നയാള്. ഞാൻ പോകുന്നില്ല, ഞാനും അടക്കം വന്നെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകണം, ഞാൻ പോകുന്നില്ല. പോയിട്ട് മിമ്പറിനോട് ഒറ്റ കടത്തോ. എന്താക്കുന്നു? ഞാൻ പോകുന്നില്ല, ശമ്പളം തന്നില്ല, ഞാൻ പോകുന്നില്ല. പിന്നെന്താക്കുന്നു? ചില ആൾ അങ്ങനത്തെ ഉണ്ട്. ചില ആള് വായിക്കാൻ വേണ്ടി കാത്തണം. അതിൽക്കെ പള്ളിക്ക് വരുന്നവരുണ്ട്. പള്ളിക്ക് വരാത്ത ആൾ വലിയ റകളില്ലതാ. എപ്പോൾ ഒരിക്കൽ വരുന്ന ആളാണ് മുസീബത്ത്. ചിലയിടത്തല്ലോ ഇടങ്ങ നല്ല മനുഷ്യന്മാർ. ഉസ്താദ് പറയും നല്ല ആൾക്കാരല്ല പള്ളിക്കെല്ലാം വരുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നാളെ ഞങ്ങൾ വരാതിരുന്നിട്ടുണ്ട. 40 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുത്തം കേട്ടാല ഉസ്താദിനെ അളക്കണം. കാരണം എന്തോ കിട്ടുന്നില്ല, കാരണം വേണ്ട, എന്തെങ്കിലും ഒരു കാരണം വേണ്ട, വെറുതെ വിടാൻ പാടില്ല. അപ്പൊ ഒരുത്തം കേട്ടാൽ ഉസ്താദിന് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ടാകും. ഗ്യാസ്ട്രിക് ഉണ്ട്. അപ്പം മരുന്ന് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നയാൾ ഇത്രനാൾ ഒരിക്കൽ അയാൾ കുത്തുപോകുന്നതിന്റെ ഇടയില, നിസ്കരിക്കുന്നതിന്റെ ഇടയില, തറാബിന്റെ ഇടയില പോയിട്ട് ഓല് കൊടുത്തു. ഞാൻ ഓല് കൊടുത്തിട്ടില്ല. അപ്പൊ അത്ര സുജൂദിൽ പോകുമ്പോൾ ചെറിയ കാറ്റങ്ങ് പോകാതിരിക്കുമോ? ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാൾ ഓല് കൊടുത്തിട്ടില്ലല്ലേ. കുറെ കാലത്തെ നിസ്കാരം ശരിയായിട്ടിരിക്കല. ഗ്യാസ്ട്രിക് ഇല്ലാത്ത ആളെ കൊണ്ടുവരാൻ. ആർക്ക്? പള്ളിക്ക് കത്തിബാക്കിയിട്ട് ഗ്യാസ്ട്രിക് ഇല്ലാത്ത ഉസ്താദിനെ കൊണ്ടുവരാൻ അയാൾ ഒഴിവാക്കി. കാരണം കിട്ടിയതിന്റെ പള്ളി നടക്കാൻ കാരണം ഉസ്താദിന് ഗ്യാസ്ട്രിക് ഉണ്ടു മതി അല്ലെ. ഇല്ലാത്ത കാരണം ഉണ്ടാക്കിയിട്ട് എങ്ങനെങ്കിലും ഗടിപാറാക്കി. ഇങ്ങനത്തെ ചില ഫിത്തനക്കാരുണ്ട്. അള്ളാഹു ഫിത്തനക്കാരുടെ ഷർറിൽ നിന്ന് നമ്മെല്ലാരെയും കാത്തു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ കാര്യങ്ങളെല്ലാം നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നന്മ പറയണം. നിർത്താൻ പോകുന്ന മുഅ്മിനീങ്ങളെ, നന്മയാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾ, നന്മ പറയുന്ന ആളുകൾ, അവർക്കോ വീട്ടാളെ പറഞ്ഞല്ല, ഇവിടുത്തെ ഉസ്താദ് തന്നെ പോകുന്നല്ല. ഉസ്താദ് ഉസ്താദിന് 6 കൊല്ലായി നല്ല സന്തോഷത്തിൽ ഉസ്താദിന് അൽഹംദുലില്ലാ നല്ല നാട്ടുകാരും നല്ല സഹകരണ ക്ലാസ്സിനും വയലിനെല്ലാം വന്നപ്പോൾ നല്ല ഒരു പാവം, ഒരു സാധു സ്വഭാവത്തിൻ്റെ മതി. ഒരു 5-6 കൊല്ലം ആകുമ്പോൾ അല്ലേ ഒന്ന് മാറില്ലെങ്കിൽ ഉസ്താദിന് ഒരു കൊസി, നിങ്ങൾക്കും ഇനി വേറൊരാളെ കാണുമ്പോൾ വേറൊരു കൊസി. ഉസ്താദ് ഞാൻ അധ്യക്ഷ, ഞാൻ ഇവിടുത്തെ മെമ്പർ, ഞാൻ പണ്ടേ മെമ്പർ, എൻ്റെ ഇതെല്ലാം ഗുർത്താക്കാൻ. ഉസ്താദോട് ഇനി എത്ര മെമ്പർ അല്ലെങ്കിൽ ഉസ്താദ് മെമ്പറാ നീ നിന്നെ ഇന്നലെ കണ്ടിന് മിഞ്ഞാന്ന് കണ്ടു വലിയ വിഷയമൊന്നുമില്ല. പുതിയ ആളാകുമ്പോൾ നാട്ടുകാർക്ക് ഒരു കൊസി, ഒരു ആവേശം, ഉസ്താദിന് ഒരു സന്തോഷം. ഞാനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആളുകളോട് നന്മ പറഞ്ഞാൽ സദഖയുടെ പ്രതിഫലമാണ്. മന്നറാദ ഫളൽ ഹജ്ജ്, ഹജ്ജിന്റെ കൂലി വേണോ? അവന് ഹജ്ജിന് കഴിയാത്തവനാണ്. അവനോ ധാരാളം ജുമയുടെ വിഷയത്തിൽ നല്ല കർക്കശ സ്വഭാവത്തോടെ നേരത്തെ ജുമക്ക് പോയി അവസാനം പള്ളിയിൽ നിന്ന് വന്ന് അൽകഫ് ഓതിയിട്ട് നന്മകൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്താ ഓരോ ആഴ്ചകളുടെയും ജുമാ ഹജ്ജാണ്. ഹജ്ജായി അല്ലാഹു കബൂൽ ചെയ്യുമെന്നാണ്. പിന്നെയോ മന്നറാദ ഫളൽ ആബിദീൻ, ആബിദീങ്ങൾ സാലിഹീങ്ങളില്ലേ, മഹാന്മാരില്ലേ, അറിയില്ലേ? ഷെയ്ഖ് ഖാലിദ് തങ്ങൾ ഹാവിൽ ഫതാവയിൽ കാണാം. അദ്ദേഹം ധാരാളം ദിക്ർ ചൊല്ലിയ ആളാണ്. മരിച്ച മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കടത്തിയപ്പോ ഷെയ്ഖ് ഖാലിദ് തങ്ങളുടെ കൈകൾ അനങ്ങുകയാണ്. മരിച്ച മയ്യത്തിന്റെ കൈവിരലുകൾ തസ്ബീഹ് ചൊല്ലുന്ന പോലെ അനങ്ങുന്നു.
ചുണ്ടുകൾ അനങ്ങുന്നു. ജീവനില്ല മരിച്ചുപോയ ഷെയ്ഖ് ഖാലിദ് തങ്ങളാണ്. അങ്ങനെ ഇബാദത്തെടുത്തവരില്ലേ, ഹുബൈബ് തങ്ങളെ തൂക്കുമരത്തിൽ കയറ്റാൻ പോകുമ്പോ ഹുബൈബ് തങ്ങളോട് ചോദിച്ചില്ലേ, അവസാനത്തെ ആഗ്രഹം എന്താണ്, അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിച്ചപ്പോ അവസാനത്തെ ആഗ്രഹം പറഞ്ഞില്ലേ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് അല്ലേ. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോയ ആബിദീങ്ങളില്ലയോ, ഇബാദത്തെടുത്തവരില്ലയോ, അവരുടെ കൂടെ സ്വർഗത്തിൽ പോകണോ. ഫല്യുസ്ലിഹ് ബൈനന്നാസ്, ജനങ്ങളെ തമ്മിൽ ശരിയാക്കണോ, ജനങ്ങളെ തമ്മിൽ മുണ്ടാത്തവരെ മുണ്ടിക്കണോ, പിണങ്ങിയവരോട് ഇണക്കണോ, ആളുകളോട് മസ്ലഹത്തിന് പിണങ്ങി മസ്ലഹത്തിന് ശ്രമം നടത്തിയാൽ, പിണങ്ങി നിൽക്കുന്നവരെ പഞ്ചാധികയാക്കി നന്നാക്കിയാൽ, ആളുകളെ അയൽവാസികളെ തമ്മിൽ ശരിയാക്കിയാൽ അവൻ ആബിദീങ്ങളുടെ കൂടെ സ്വർഗമുണ്ട് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നവരാകരുത്, ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നവരാകണം, നടിപ്പിക്കുന്നവരാകരുത്. പിന്നെയോ അവസാനത്തത് മൻ അറാദ ഫളൽ അബ്ദാൽ, അബ്ദാലിങ്ങളുടെ കൂലി വേണോ. ആരാണ് അബ്ദാലിങ്ങൾ? അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ ശ്രേഷ്ഠരാണ്. ആരാണ് അബ്ദാല്? ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ആഗതമാകുമ്പോ ഇമാം മഹ്ദി ഹഖാ ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. മുഹമ്മദ് എന്ന് പേരുള്ള ആളാ, അബ്ദുള്ള എന്നവരുടെ മകനാ. ആ മഹ്ദി ഇമാം വരാനില്ലയോ? മഹ്ദി ഇമാം വരുമ്പോ പരിശുദ്ധമായ കഅബയുടെ അടുത്ത് പോയിട്ട് 313 ഔലിയാക്കളുടെ ലീഡർമാരായ അബ്ദാലിങ്ങളാണ് ആദ്യം പോയി ബൈഅത്ത് ചെയ്യുന്നത്. ഔലിയാക്കളിൽ ഉന്നതരാണ് അബ്ദാലിങ്ങൾ. ഈ അബ്ദാലിങ്ങളുടെ സ്ഥാനം വേണോ? എന്നാൽ നെഞ്ചത്ത് കൈവച്ചിട്ട് എന്നിട്ട് അവൻ എന്ത് വേണമെന്നറിയുക? തന്റെ സഹോദരന് കിട്ടണമെന്ന് കൊതിക്കണോ? എനിക്ക് കിട്ടുന്നതെല്ലാം എൻ്റെ സഹോദരന് കിട്ടണോ, എനിക്ക് കിട്ടുന്നതെല്ലാം എൻ്റെ അയൽവാസിക്ക് കിട്ടണോ, എൻ്റെ കൂട്ടുകാർ സന്തോഷത്തിലാവണോ, അവർക്ക് വീട് വേണോ, അവർക്ക് ജോലി വേണം, അവർക്ക് സന്തോഷം വേണം, അവർക്ക് സമാധാനം വേണം. അങ്ങനെ നീ ചിന്തിക്കുന്നവരായാൽ നമ്മുടെ കാര്യം മാത്രമല്ല, ഭാര്യയുടെ കാര്യം ചിന്തിക്കുന്നവരാകണം, മക്കളുടെ കാര്യം ചിന്തിക്കുന്നവരാകണം, നാട്ടിലെ കാര്യം ചിന്തിക്കുന്നവരാകണോ, പള്ളിയുടെ കാര്യം ചിന്തിക്കുന്നവരാകണോ, മദ്രസയുടെ കാര്യം ചിന്തിക്കുന്നവരാകണോ, നാട്ടിലെ സമാധാനം ചിന്തിക്കുന്നവരാകണോ. എല്ലാവർക്കും നീ നന്മ കൊതിച്ചാൽ, എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹം വെച്ചാൽ, എല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു പോയാ അല്ലാഹു നിനക്ക് അബ്ദാലിങ്ങളുടെ കൂടെ സുഖലോക സ്വർഗം നൽകുമെന്നാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്.